ഈ നോമ്പിനും ചൂടിനും വെറും 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല സോഫ്റ്റായ ഒരു ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരൊറ്റ ഇളനീരും അതിൻ്റെ വെള്ളമാണ് കേട്ടോ എടുത്തത്. ഇതാ ഈ ഒരു ഇളനീര് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ പുഡിങ് ഉണ്ടാക്കിയത്. ഇതാ അപ്പോൾ ഇളനീരും അതിൻ്റെ വെള്ളവും അവിടെ റെഡിയാക്കി വെച്ചു. ഇനി വേണ്ടത് ചൈന ഗ്രാസാണ്. ഈ ചൈന ഗ്രാസ് ഞാൻ ഫ്രൈ പാനിലിട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് മെൽറ്റ് ചെയ്തെടുത്തു കേട്ടോ. അതവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കരിക്ക് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ട് അതിലൊരിത്തിരി മിൽക്ക് മെയ്ഡും കുറച്ച് പഞ്ചസാര, മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഇത്തിരി പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തു കേട്ടോ. ഇത് ഈ ഒരു പരുവത്തിലാണിത് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഈ റെഡിയാക്കി വെച്ച ചൈന ഗ്രാസ് ഇല്ലേ, അത് അതിലൊഴിച്ച് കൊടുക്കുക. അതൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതാ അതിലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ചൈന ഗ്രാസ് ഉരുക്കി വെച്ചാൽ പിന്നെ കുറച്ച് നേരം വെക്കാൻ പറ്റുള്ളൂ, പെട്ടെന്ന് കട്ടായിട്ട് വരും. ഇതാ ഇനിയിപ്പോൾ ഈ പുഡിങ് സെറ്റാക്കാനുള്ള പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുത്തു. ഒരു കുറച്ച് നേരം പുറത്ത് തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല. കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ അത് ചെറുതായിട്ടൊന്ന് സെറ്റായി വരും. ഇനിയിപ്പോൾ അടുത്തത് ഈ കരിക്കിൻ്റെ ഫുള്ള് വെള്ളമൊന്നും ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ആ വെള്ളത്തിൽ ബാക്കിയുള്ള ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തതില്ലേ അതും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇതിൽ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടാണ് വെച്ചത് കേട്ടോ. ഇനിയിപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ ലെയറായിട്ട് അതും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഫ്രീസറിലൊക്കെ എടുത്ത് ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ബാക്കി കരിക്കൊണ്ട് ഞാൻ ജ്യൂസാക്കിയതാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ അലങ്കാരത്തിന് ഇത്തിരി അണ്ടിപ്പരിപ്പോ ബദാമൊക്കെ ചെറുതായിട്ട് പൊടിച്ചത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാനതൊന്നും ഇട്ട് കൊടുത്തില്ല. ഇനിയിപ്പോൾ ഇത് ഈ പാത്രത്തിൽ നിന്ന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. എന്താ ഈ ഒരു പ്ലേറ്റ് ഇങ്ങനെ കമത്തി വെച്ചിട്ട് ഒന്നും കൂടെ തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ താനെ വന്നോളും. അപ്പോൾ ഇതാ പുഡിങ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് സോഫ്റ്റ് ആണോ എന്നൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ വൈറ്റ് കളർ പ്ലേറ്റിൽ കാണുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഈ ബ്ലാക്ക് കളർ പ്ലേറ്റിൽ ഇത് മാറ്റി കൊടുത്തത്. ഇനിയിപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ അത്. പെട്ടെന്ന് ഉണ്ടാക്കാനും പെട്ടെന്നുണ്ട്. പിന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ. ഈ റമദാൻ മാസത്തിൽ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണെന്ന്. ഇത് 2 ലെയറായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഇത്രയൊക്കെ. അല്ലെങ്കിൽ നമുക്ക് ഈ കരിക്ക് തന്നെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അതിൽ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുക. കണ്ടോ, കാണാൻ നല്ലൊരു ലുക്കാണ്. 2 ലെയറായിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.